ഗാന്ധി ദർശൻ സംഗമം നടത്തറ പഞ്ചായത്ത് മൂർഖനിക്കര വിദ്യാലയത്തിൽ നടന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂർ ഈസ്റ്റ് ഉപജില്ലയിലെ വിദ്യാലയങ്ങളിലെ ഗാന്ധി ദർശൻ പ്രതിനിധികളുടെ സംഗമം മൂർഖനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. സംഗമത്തോടനുബന്ധിച്ച് പഠന ക്ലാസ്, തൊഴിൽ പരിശീലനം, അക്ഷര സംഗമം എന്നിവ സംഘടിപ്പിച്ചു. നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഗാന്ധി ദർശൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഈസ്റ്റ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജീജ വിജയൻ അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി മൂർഖനിക്കര ഗ്രാമീണ വായനശാലയിൽ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി. തുടർന്ന് നടന്ന അക്ഷര സംഗമത്തിൽ ഗാന്ധിജിയും വായനയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സർവോദയ ദർശൻ ചെയർമാൻ N. പീതാംബരം മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. VS ഗിരീശൻ മാസ്റ്റർ, VI ജോൺസൺ, VA കൃഷ്ണൻ, VK മോഹനൻ, TV രഞ്ജിത്ത്, KS ശശി, K ധന്യ, K സുനിത എന്നിവർ പ്രസംഗിച്ചു. 100 വിദ്യാർത്ഥികളും 15 അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു. ലൈബ്രറി പോയിട്ട് നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടോ? വായിക്കാൻ തോന്നുന്നുണ്ടോ പുസ്തകം കാണുമ്പോ? നിൽക്കണോ തോന്നുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിലെ ലൈബ്രറിയില്ലേ, സ്കൂൾ ലൈബ്രറി പോയിട്ടാണ് പുസ്തകം എടുത്ത് വായിക്കണം കേട്ടോ. ഓക്കെ. രസമുണ്ടായിരുന്നു. പുസ്തകം ഉണ്ടോ? നല്ല പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? വായനശാല സന്ദർശിച്ചിട്ട് എന്ത് തോന്നിയേ? പുസ്തകങ്ങളൊക്കെ കണ്ടോ? പരിചയപ്പെട്ട നോക്കിയാ നിങ്ങൾ പുസ്തകങ്ങളൊക്കെ? മറുപടിച്ചാലേ എൻ്റെ നാട്ടില് അപ്പോ വായനശാല നമ്മുടെ മറുപടിച്ചാലില്ലേ വായനശാല? എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട്? നല്ലതാണ്. ഓക്കെ. ഈ വായനശാല സന്ദർശിക്കാനായിട്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നേക്ക് പ്രത്യേകിച്ച് പീതാംബരമായിട്ട് നന്ദി പറയുന്നു. ഇവിടെ നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും 6000 പുസ്തകം, ഈ 6000 പുസ്തകം ഈ ലൈബ്രറിയിൽ തന്നെ ഉണ്ട് 10,000-ലേറെ പുസ്തകങ്ങൾ. അപ്പൊ നമ്മൾ 80 വയസ്സായി പോലും വായിച്ചിട്ടില്ല, വായിച്ചിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെയല്ല, നല്ല പുസ്തകങ്ങൾ, നമുക്ക് ഉപയോഗപ്രദമായ പുസ്തകങ്ങൾ, കൂടുതൽ അറിവ് ലഭ്യമാണ്. VA കൃഷ്ണൻ അവറുകൾ ധാരാളമായിട്ടുള്ളതാണ് ഉപജില്ലയുടെ ഗാന്ധി ദർശൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുട്ടികളുടെ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. എല്ലാ സ്കൂളുകളിൽ നിന്നും 5 വിദ്യാർത്ഥികളും ബന്ധപ്പെട്ട അധ്യാപകരുമാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ മൂർഖനിക്കര UP സ്കൂളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ, ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം മൂർഖനിക്കര ഗ്രാമീണ വായനശാലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗ്രാമീണ വായനശാലയുടെ ഭാരവാഹികൾ എല്ലാവരും ഇവിടെയുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളെ അവർ സ്വാഗതം ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. കാരണം മോഹൻദാസ് എന്ന പേരിൽ ജീവിതം ആരംഭിച്ച മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിൽ നിന്നും മഹാത്മാഗാന്ധിയായിട്ട് മാറുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരന്ന വായനയാണ്. ആ വായന പ്രത്യേകിച്ച് 1888 അദ്ദേഹം വക്കീൽ പഠനത്തിനായി ബ്രിട്ടനിൽ പോയ ആ കാലഘട്ടത്തിലാണ് വളരെ വിശാലമായ വായന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയിലുണ്ടാകുന്നത്. നിരവധി പുസ്തകങ്ങൾ, അന്ന് ലോകത്തുണ്ടായിരുന്ന മുഴുവൻ തത്വശാസ്ത്രങ്ങളും അദ്ദേഹം വായിച്ചെടുക്കുന്നു, മതഗ്രന്ഥങ്ങളും അദ്ദേഹം വായിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഗാന്ധിക്ക് തൻ്റെ ബുദ്ധി വികസിക്കുന്നതോടൊപ്പം തന്നെ വിശാലമായൊരു മനസ്സിൻ്റെ ഉടമയായി, വിശാലമായൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ഒരു സർവോദയ ദർശനം അദ്ദേഹത്തിന് വരുന്നത് അങ്ങനെയാണ്. ആ ഗാന്ധിയൻ ദർശനത്തെ പരിപുഷ്ടമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഗ്രന്ഥങ്ങൾ രചിക്കുന്നു, പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ആ ഗാന്ധിജിയുടെ ചിന്ത ഇന്ന് ലോകം മുഴുവൻ വളരെ ശക്തമായി പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ്. അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളും നമ്മുടെ വിദ്യാലയങ്ങളിൽ ഗാന്ധിയെക്കുറിച്ച്, ഗാന്ധിയൻ ദർശനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാന സന്ദേശം ഭിന്നതകളില്ലാത്ത, ജാതി മത ഭിന്നതകളൊന്നുമില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, പരസ്പര സഹകരണത്തിൻ്റെ
ദർശനമാണ് മാനവ ദർശനം എന്നുള്ള ചിന്തയാണ് ഗാന്ധിജിയുടെ സർവോദയ ദർശനം. അത് പ്രചരിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ക്യാമ്പിന് തീർച്ചയായിട്ടും സാധിക്കും. ഈ വായന പ്രോത്സാഹിപ്പിക്കുക വഴി മനസ്സ് വിശാലമാകാനും ബുദ്ധി കുറേ കൂടി ശക്തമാക്കാനും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ ഈ ക്യാമ്പ് സംഘടിപ്പിച്ച ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഈ ക്യാമ്പിൻ്റെ ഭാഗമായി എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും